ഹായ് നമസ്കാരം, എല്ലാവർക്കും ഈ കോഡോണിലേക്ക് സ്വാഗതം. എടാ മക്കളെ, ഞാൻ മനുപ്രിയ. നിങ്ങൾക്ക് എങ്ങനെ എളുപ്പത്തിൽ A+ സ്കോർ ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് ഞാൻ പറയുന്നത്. അതും മലയാളത്തിന് പലർക്കും ടൈം കിട്ടാൻ ബുദ്ധിമുട്ടാണ് അല്ലെ, ടൈം മാനേജ്മെന്റ് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതെങ്ങനെ നമുക്ക് ഒന്ന് പിടിക്കാൻ പറ്റും? നമ്മൾ ആദ്യം തന്നെ 1 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെയും അങ്ങോട്ട് നീക്കി വെക്കുക. നമുക്കത് ലാസ്റ്റിൽ എഴുതാം. ആദ്യം തന്നെ 4 മാർക്കിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുക. 4 മാർക്കിലെ ചോദ്യങ്ങൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യുക. അത് കംപ്ലീറ്റ് ആയതിനു ശേഷം 6 മാർക്ക് സ്റ്റാർട്ട് ചെയ്യുക. അത് 4 മാർക്കിൻ്റെയും 6 മാർക്കിൻ്റെയും കഴിഞ്ഞതിന് ശേഷം മാത്രം നിങ്ങൾ ഇങ്ങോട്ട് പോവുക. 2 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാനും 1 മാർക്കിൻ്റെ ചോദ്യങ്ങൾ എഴുതാനും പോവുക. മനസ്സിലായോ? അതുപോലെ തന്നെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് നമ്മൾ പാരഗ്രാഫ് തിരിച്ചെഴുതുക എന്നുള്ളത്. കാരണം നമ്മൾ പാരഗ്രാഫ് തിരിച്ചെഴുതുമ്പോൾ തന്നെ പേപ്പറിന് ഒരു വൃത്തിയും മെനയൊക്കെ വരും. വായിക്കുന്നവർക്ക് ക്ലിയർ ആയിട്ട് വായിക്കാൻ പറ്റും. അതുപോലെ തന്നെ വേർഡ്സ് തമ്മിൽ അകലം പാലിച്ചെഴുതുക. അതായത് ഈ ഒരു കാക്ക ചെറുകഞ്ഞ മാതിരി ഒന്നും എഴുതാതെ നല്ല വൃത്തിയും മെനയായിട്ട് എഴുതാൻ ശ്രമിക്കുക. കാരണം ഹാൻഡ് റൈറ്റിംഗ് പലർക്കും പലതാണ്, അതൊക്കെ എനിക്കറിയാം. പക്ഷേ വായിക്കാൻ പറ്റണം. നിങ്ങളുടെ പേപ്പർ മാത്രം നോക്കുന്ന ഒരു ടീച്ചർ അല്ല അവിടെ ഇരിക്കണേ. ഒരു 10-50 കെട്ട് പേപ്പർ നോക്കാൻ നിൽക്കുന്ന ടീച്ചറിനെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണം. അവരെന്താ ചെയ്യുക? നിങ്ങൾ എഴുതിയേക്കുന്ന ഉത്തരങ്ങൾ കൃത്യമായിട്ട് ഉണ്ടെങ്കിൽ പോലും നിങ്ങൾ വലിച്ചു വാരി ഒരു വായിക്കാനൊന്നും പറ്റാത്ത രീതിയിൽ എഴുതിയിട്ടുണ്ടെങ്കിൽ അവർക്കത് വായിച്ചാൽ മനസ്സിലാകത്തില്ല. മനസ്സിലായോ? ആൻസർ എഴുതിയേക്കുന്നത് നിങ്ങൾക്ക് മാത്രം വായിച്ചാൽ മനസ്സിലാകുന്ന രീതിയിൽ എഴുതുന്ന ആ രീതി അങ്ങ് മാറ്റുക. അതായത് കുറച്ച് വൃത്തിയും മെനയായിട്ട് എഴുതുക, അകലം പാലിച്ചെഴുതുക. അങ്ങനെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. എന്ന് വെച്ച് ഞാൻ അങ്ങോട്ട് വൃത്തിയായിട്ട് എഴുതാൻ പോവുകയാണെന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് അവിടെ സമയം കളയരുത്. ഞാൻ സ്ലോയിൽ എഴുതിയാലേ വൃത്തിയാകുന്നു, അങ്ങനൊന്നും ആകരുത്. ഇതൊക്കെ ചെയ്യേണ്ടത് നമ്മൾ നേരത്തെ എന്ത് ചെയ്യണം? പ്രിപ്പയർ ചെയ്തിട്ട് പോകണം. വീട്ടിലിരുന്നൊന്ന് എഴുതി ശീലിച്ചിട്ട് നമ്മൾ പോകണം. മനസ്സിലായോ? അതുപോലെ തന്നെ എന്താണ് 6 മാർക്കിൻ്റെ ഒക്കെ എഴുതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഒരു പേജ് 1.5 പേജൊക്കെ ആയിരിക്കും 6 മാർക്കിൻ്റെ. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നെ കാണാൻ പറ്റും. അതിൽ കൂടുതൽ എഴുതാൻ നിൽക്കരുത്. ഒരു പേജാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്, ഒരു പേജ് കുറച്ചുകൂടെ ഒരു 1.25 പേജ് വരെ, അതിൽ കൂടുതൽ പോകരുത്. 1.5 പേജിനാണെങ്കിൽ 1.5 പേജിൽ കൂടുതൽ എഴുതരുത്. അതുപോലെ തന്നെ 1/2 പേജിൽ എഴുതാനുള്ള 4 മാർക്കിൻ്റെ അതിൽ കൂടുതലാകരുത്. കൃത്യമായിട്ട് 2 പാരഗ്രാഫ് തിരിക്കണം. എന്തിന്? 4 മാർക്കിൻ്റെ ചോദ്യങ്ങൾക്ക് കൃത്യമായിട്ട് 2 പാരഗ്രാഫ് തിരിക്കണം. 6 മാർക്കിൻ്റെ ആണെങ്കിൽ 3 പാരഗ്രാഫ് തിരിക്കണം. എന്ത് വേണം അതിനകത്ത്? ആമുഖം വേണം, ചോദ്യത്തിൽ ചോദിച്ചിരിക്കുന്ന വിഷയത്തെ അടിസ്ഥാനമാക്കിയുള്ള ഉത്തരം വേണം, അതുപോലെ കൺക്ലൂഷൻ വേണം. ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. പ്രധാന പോയിന്റ് എന്ന് നിങ്ങൾക്ക് തോന്നുന്നതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെൻസിലും വെച്ച് അണ്ടർലൈൻ ചെയ്ത് പോവുക. അണ്ടർലൈൻ ചെയ്ത് പോയി കഴിഞ്ഞാൽ നോക്കുന്ന ടീച്ചറിന് നിങ്ങളുടെ പേപ്പർ വലിച്ചു വാരി വായിക്കണ്ട. ഒറ്റ നോട്ടത്തിൽ ഇവനെല്ലാം എഴുതിയിട്ടുണ്ടല്ലോ, അണ്ടർലൈൻ ചെയ്തിട്ടുണ്ടല്ലോ, മാർക്കിട്ട് പോവാടാ. അവിടെ വേറെ ഒന്നും നോക്കാനില്ല. നിങ്ങൾ വലിച്ചു വാരി എഴുതിയൊക്കെ വേണ്ടത് വേണ്ടാത്ത ഒന്നും മിസ് വായിക്കില്ല. നിങ്ങൾക്ക് വേണ്ടതെന്ന് തോന്നുന്നത്, ഇമ്പോർട്ടൻ്റ് ആണെന്ന് തോന്നുമല്ലോ, അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പെൻസിലും വെച്ച് അണ്ടർലൈൻ ചെയ്യുക. അപ്പോൾ മാർക്ക് സ്കോർ ചെയ്യാൻ അതും എളുപ്പമാണ്. മനസ്സിലായോ? 1 മാർക്കിൻ്റെ ഒക്കെ എന്താണ്, ഒരു 5 ക്വസ്റ്റ്യൻ ആയിരിക്കും 1 മാർക്കിന്. അതങ്ങോട്ട് ലാസ്റ്റിലേക്ക് എഴുതി മാറ്റി വെക്കുക. അത് എളുപ്പം. ടെക്സ്റ്റ് നന്നായിട്ട് വായിച്ചു കഴിഞ്ഞാൽ മലയാളത്തിന് ഈ ഒരു 1 മാർക്ക് സ്കോർ ചെയ്യുന്നത് ഒരു ബുദ്ധിമുട്ടുമില്ല. വിഗ്രഹിച്ച് എഴുതാൻ ചോദിക്കാം അല്ലെ? 1 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യൻ വിഗ്രഹിച്ച് എഴുതാനായിരിക്കും അല്ലെ? അതുപോലെ തന്നെ ഒറ്റപ്പദമാക്കാൻ ചോദിക്കാം. പിന്നെ നിങ്ങളുടെ പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റു ചില ക്വസ്റ്റ്യൻസ് കൂടെ ഒക്കെ വരാം അല്ലെ? അപ്പൊ ടെക്സ്റ്റ് എന്ത് ചെയ്യുക? നന്നായിട്ട് വായിക്കുക. ഇത് ഒരു ക്ലാസ്സിനെ കുറിച്ച് മാത്രമല്ല, 8, 9, 10 7, 8, 9, 10 ക്ലാസ്സുകാർക്ക് 7, 8, 9, 10 ക്ലാസ്സുകാർക്കൊക്കെ ഇത് ഇങ്ങനെ തന്നെ എഴുതുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. മനസ്സിലായോ? മലയാളത്തിന് ടൈം മാനേജ്മെന്റ് എന്ന് പറയുമ്പം നിങ്ങൾ കുറച്ച് സ്പീഡാക്കുക. അതുപോലെ തന്നെ 4 മാർക്ക് സ്റ്റാർട്ട് ചെയ്യുക, 6 മാർക്ക്. അപ്പം കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യേണ്ട നമ്മൾ ആദ്യം തന്നെ എഴുതി കഴിഞ്ഞു. മനസ്സിലായി? പിന്നെ 2 മാർക്കിൻ്റെ 1-2 സെന്റൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസും 1 മാർക്കിൻ്റെ ഓപ്ഷനിൽ നിന്ന് എടുത്തെഴുതാനുള്ള ക്വസ്റ്റ്യൻസേ ഉള്ളൂ. നമുക്കത് ലാസ്റ്റ് കുറച്ച് മിനിറ്റുകൾ അല്ലെങ്കിൽ കൊണ്ട് നമുക്കൊരു 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് എഴുതി തീർക്കാവുന്ന കാര്യമുള്ളത്. നമുക്ക് അതേസമയം തിരിച്ചാണെങ്കിലോ, എന്നാലോചിച്ച് നോക്കി, അവസാനമാണ് നമ്മൾ 4 മാർക്കോ 6 മാർക്കോ എഴുതാൻ പോകുന്നെങ്കിലോ നമുക്ക് ആ 10 മിനിറ്റ് കൊണ്ട് എത്ര ക്വസ്റ്റ്യൻസ് നമുക്ക് തീർക്കാൻ പറ്റത്തില്ല. മനസ്സിലായോ? അതുപോലെ തന്നെ ചിന്തിച്ചിരിക്കുക. അതായത് മറ്റുള്ളവരുടെ അടുത്തോട്ട് നോക്കരുത്. അവർ പേപ്പറിൻ്റെ എണ്ണം എടുക്കുന്നത് നോക്കിയിരിക്കരുത്. മലയാളത്തെ സംബന്ധിച്ചിടത്തോളം പേപ്പറുകളുടെ എണ്ണം കൂടും. അപ്പം 3-4 പേപ്പർ എക്സ്ട്രാ എടുത്തു, ഞാനിവിടെ 2 ആയതല്ലേ ഉള്ളൂ, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കേട്ടോ. അങ്ങനെയൊന്നും വിചാരിക്കേണ്ട. പോയിന്റ് ഉണ്ടെങ്കിൽ, ഉത്തരമുണ്ടെങ്കിൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിരിക്കും. പേപ്പറിൻ്റെ എണ്ണത്തിലല്ല നിങ്ങൾക്ക് മാർക്ക് കിട്ടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക കേട്ടോ. അപ്പം ഈ ടിപ്സൊക്കെ നിങ്ങളൊന്ന് ഓർത്ത് വെക്കുക. അതുപോലെ തന്നെ ടൈം മാനേജ് ചെയ്യണമെങ്കിൽ നിങ്ങൾ വീട്ടിൽ ഇരുന്ന് എക്സാമിന് മുമ്പ് 1-2 ക്വസ്റ്റ്യൻസ് എങ്കിലും എഴുതി ശീലിക്കുക, വൃത്തിയായിട്ട് എഴുതാൻ ശീലിക്കുക കേട്ടോ. അപ്പം ഇനി എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ബോക്സിൽ വന്ന് ചോദിക്കാവുന്നേ ഉള്ളൂ. ഞാൻ അതിന് ഉത്തരം അവിടെ തരാം. ഓക്കെ, ബൈ.